الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലിന് ശേഷിക്കുന്ന കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി ഫെയിലറായിട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്നൊക്കെ പറയുകയുണ്ടായി. ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക് പൂർണ്ണമായ ഷിഫാ നൽകുമാറാകട്ടെ. ആ സഹോദരന്, ആ സുഹൃത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഏർപ്പാടാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഓരോ മുഅ്മിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. അള്ളാഹുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുവാനും ആഖിറത്തിലേക്ക് ഏറ്റവും നല്ല സമ്പാദ്യം സ്വീകരിക്കുവാനും ഒക്കെയുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ എത്തുന്നതിന് മുന്നോടിയായി സഹാബാക്കളോട് സംസാരിക്കവേ തങ്ങൾ പറയും, അതാക്കും റമദാൻ, പരിശുദ്ധമായ റമദാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഹാജരായിരിക്കുകയാണ്. ഷഹ്റുൻ മുബാറക്കുൻ, പരിശുദ്ധമായ ഒരു മാസമാണിത്. അള്ളാഹു ബറക്കത്ത് ചെയ്ത ഒരു മാസമാണിത്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അള്ളാഹു തആല ഈ ഒരു മാസക്കാലം നിങ്ങളോട് നോമ്പ് നോൽക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ഈ ഒരു മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ഭൂമിയിൽ വർഷിക്കുന്നതിന് വേണ്ടി ആകാശത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടും. അതുപോലെ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൻ്റെ കവാടങ്ങളെ അള്ളാഹു തആല കൊട്ടിയടക്കും. അഥവാ നരകത്തിലേക്ക് എത്താൻ സാധ്യമാകുന്ന അതിൻ്റെ എല്ലാ വഴികൾക്കും അള്ളാഹു ചങ്ങലയിടും. വതുഗല്ലു ഫീഹി മറദത്തു ഷയാത്തീൻ, പിശാചുക്കളെ കൂട്ടത്തിൽ നിന്നും കൂടുതലായി ഉപദ്രവകാരികളായ പിശാചുക്കളെ അള്ളാഹു തആല ചങ്ങലക്കിടും. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്റിൻ, ഈ ഒരു മാസത്തിൽ ഒരു രാവുണ്ട്, ആ രാവ് 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ളതാണ്. മൻ ഹുരിമ ഖൈറുഹ, ഈ ഒരു മാസത്തിൽ ഒരാൾക്ക് നന്മകൾ നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫഖദ് ഹുരിമ, അവൻ എല്ലാ നന്മകളിൽ നിന്നും ഭാഗ്യം നഷ്ടപ്പെട്ടവനാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മാസം മുമ്പേ റജബ് മുതൽ നമ്മൾ തുടങ്ങി റമദാനിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഷാബാനിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. സത്യത്തിൽ എന്താണ് റമദാൻ, എന്തിനാണ് റമദാൻ എന്നൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് വായു, വെള്ളം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഇതൊരു മനുഷ്യന് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടുന്നതാണ്. ഇതില്ല എങ്കിൽ ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതം പ്രയാസത്തിലാകും. വായു ഇല്ല എങ്കിൽ, വെള്ളമില്ല എങ്കിൽ, ഭക്ഷണമില്ല എങ്കിൽ, പാർപ്പിടമില്ല എങ്കിൽ. ഇനി ഇതിൻ്റെയും അപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ സാമൂഹ്യപരമായ ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് കൂട്ടുകൂടാനൊരു ഇട വേണം, സുഹൃത്ത് വലയങ്ങൾ വേണം,
നമ്മുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനുള്ള ആളുകൾ വേണം. ഇതിന് നമ്മൾ സോഷ്യൽ നീഡ്സ് എന്നാണ് പറയുക. ഇനിയും അതിൻ്റെയും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സ് എന്ന് പറയും. എന്താണ് എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ? സാമൂഹികമായ സുരക്ഷ നമുക്ക് ലഭിക്കുക, അംഗീകാരം ലഭിക്കുക. ഇതൊക്കെ ആ ഒരു മൂന്നാമത്തെ പ്രതലത്തിൽ നിൽക്കുന്നതാണ്. അതിൻ്റെയും അപ്പുറത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന പടിയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞ് അവൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും തൻ്റെ നിയോഗ ലക്ഷ്യം മനസ്സിലാക്കുകയും പൂർണ്ണമായ ആത്മീയതയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഘടകം. ഈ ഒരു ഹയറാർക്കി, ഈ ഒരു തട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ദീനീയായ പണ്ഡിതന്മാരൊന്നുമല്ല. മറ്റു മതസ്ഥരിൽപ്പെട്ട തന്നെ മനഃശാസ്ത്ര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അബ്രഹാം മസ്ലോ പോലെയുള്ള ഈ വിഷയത്തിൽ അവഗാഹം നേടിയ ആളുകളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇതൊരു അർത്ഥം വരെ ശരിയുമാണ്. പക്ഷെ അവരൊക്കെ മനസ്സിൽ അടിവറ വെക്കുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സുകൾ പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിൽ, വായുവില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, പാർപ്പിടങ്ങളൊന്നും കൃത്യമായി ഇല്ല എങ്കിൽ ഈ മനുഷ്യന് അടുത്ത പടിയിലേക്ക് പോകൽ പ്രയാസകരമാണ് എന്നാണ് ഈ തിയറികളൊക്കെ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല, നല്ല വസ്ത്രമില്ല, കയറി കിടക്കാൻ വീടില്ല എങ്കിൽ അയാളുടെ ചിന്തകളും അയാളുടെ എല്ലാ മനോവ്യഥകളും ഈ ഒരു കാര്യത്തിൽ മാത്രം ചുറ്റിപ്പറ്റിയായിരിക്കും കളിക്കുക. എങ്ങനെ ഭക്ഷണം കിട്ടും, എങ്ങനെ ഉറങ്ങാൻ പറ്റും, എന്ത് ധരിക്കും, ഇത് മാത്രമായിരിക്കും അയാൾക്ക് ചിന്ത. അത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് എനിക്കൊരു കൂട്ട് വേണം, എനിക്കൊരു ഇണ വേണം, സുഹൃത്ത് വലയം വേണം, സമൂഹം വേണം, ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും. അത് കിട്ടുന്നില്ല എങ്കിൽ നിരന്തരമായി അവൻ്റെ ടെൻഷൻ അതിനെപ്പറ്റിയായിരിക്കും. അതൊരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ ചിന്ത കുറച്ചും കൂടി ഉയർന്ന പ്രതലത്തിലേക്ക് മാറിയിട്ട് സമൂഹത്തിൽ അവന് അംഗീകാരം നേടിയെടുക്കണം, സമൂഹത്തിൽ അവന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കണം, ഇങ്ങനൊരു തട്ടിലേക്ക് പോകും. അതും കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ മനുഷ്യൻ ഏറ്റവും ഉയർന്ന പദവി എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന, നമ്മുടെ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മീയമായ തലം, ഒരു സ്പിരിച്വൽ ജേണി, അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കുന്ന ഒരു അർത്ഥത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യന് ലഭിക്കേണ്ടുന്ന കാര്യമാണല്ലോ വെള്ളവും ഭക്ഷണവും. അതിലാർക്കും തർക്കമില്ല. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകളോട് എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട് പറയുന്നത്, മുസ്ലിമീങ്ങളാണെങ്കിൽ ഈ അവസ്ഥയിൽ നോമ്പെടുക്കണം, മുസ്ലിം അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, എന്നിട്ട് നോമ്പെടുക്കണം എന്നാണല്ലോ കൽപ്പന. എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഒരു മാസം ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഭാര്യയുമായിട്ടുള്ള അനുവദിക്കപ്പെട്ടിട്ടുള്ള ശാരീരിക ബന്ധം അത് മനുഷ്യൻ്റെ ബേസിക് നീഡാണ്, അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇനി ഹറാം അല്ലെങ്കിൽ പോലും റമദാനിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയാറുള്ള സുഗന്ധം മണക്കരുത് എന്ന് പറയാറുണ്ട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ. അപ്പൊ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അത് മനുഷ്യന് ആവശ്യമായ കാര്യമാണ്, അതും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പൊ എന്തിനാണ് മനുഷ്യന്റെ അടിസ്ഥാന നിലനിൽപ്പിനുള്ള കാര്യമായ വെള്ളത്തിനെയും ഭക്ഷണത്തിനെയും ശാരീരികമായ ഇച്ഛകളൊക്കെ പൂർത്തീകരിക്കാതെ അതിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് ഒരു നിർണിത സമയത്തേക്ക് നിയന്ത്രിച്ചു വെക്കണമെന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതാണ് നോമ്പിൻ്റെ ഫിലോസഫി. അത് മനസ്സിലാക്കുമ്പോഴാണ് നോമ്പിൻ്റെ ആത്മീയത നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുക. അല്ലാഹു തആല പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയത്? നിങ്ങൾക്ക് നിർബന്ധമാക്കി, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവർക്കൊക്കെ നോമ്പുണ്ട്. നമ്മളിന്ന് ജൂതന്മാരെ നോക്കിയാൽ അവർക്ക് നോമ്പുണ്ട്. നമ്മളെ പോലത്തെ നോമ്പല്ലെങ്കിലും അവർക്കൊരു നോമ്പുണ്ട്. അവർ മൂസാ നബിയുടെ കിതാബിൽ നിന്ന് വന്ന ആളുകളാണല്ലോ. പിന്നീട് കാലത്തിന്റെ ചക്രവാളത്തിൽ അവർ തെറ്റിപ്പോയവരാണ്. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മൾ വന്നാലും അവർക്കും നോമ്പുണ്ട്. അതും വന്നിരിക്കുന്നത് ഇഞ്ചീലിൽ നിന്നാണ്, ഈസാ നബിന്റെ അഹ്ലികാരാണ്. അങ്ങനെ നോക്കിയാൽ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ദാവൂദ് നബിക്ക് നോമ്പുണ്ടായിരുന്നു. ദാവൂദ് നബിന്റെ നോമ്പിനെ പറ്റിയിട്ടും ഹദീസിൽ പരാമർശമുണ്ടല്ലോ. ചുരുക്കത്തിൽ എല്ലാ മതസ്ഥർക്കും അല്ലെങ്കിൽ അല്ലാഹു തആല മുഴുവൻ സമൂഹത്തിനും നോമ്പിനെ നിയമമാക്കിയിട്ടുണ്ട്. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഓരോരുത്തരും തഖ്വയുള്ളവരായിട്ട് മാറണം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായിട്ട് മാറണം. അപ്പൊ എന്താ അതിന് മറ്റൊരു വാക്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക? തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഉണ്ടാകാൻ സാധിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കാരണം എന്താ അതിൻ്റെ പ്രശ്നം? നമ്മളെല്ലാ ആളുകളുടെയും ഉള്ളിൽ ഒരു മനുഷ്യനും ഒരു മൃഗവും ഉണ്ട്. ഷറഇന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലമ്മത്തും മിനൽ മലക്കി വലമ്മത്തും മിനൽ ശൈത്താൻ, പിശാചിൽ നിന്നുള്ളൊരു ദുർബോധനമുണ്ട്, മലക്കിൽ നിന്നുള്ളൊരു ദുർബോധനമുണ്ട്. നമ്മൾ സാധാരണ ഈ ശാസ്ത്രീയമായ സയന്റിഫിക്കായ ഇടങ്ങളിലൊക്കെ നമ്മൾ ചർച്ച പോകുമ്പോൾ പിശാച് ഉണ്ടോ എന്നാണ് ചർച്ച. പിശാചില്ല, പിശാചിന്റെ ലഭ്യമായ ലബോറട്ടറിക്കൽ എക്സ്പെരിമെന്റുകളിലൊന്നും പിശാചിനെ തെളിയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് പിശാച് നിലവിലില്ല എന്നാണ് സമർത്ഥിക്കുക. പക്ഷെ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. പിശാചിനേക്കാൾ ഏറ്റവും മോശമായ രീതിയിൽ മനുഷ്യനാകാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ പോലും മനസ്സിലാകുന്നത്.
അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്തിനാണ് ഇസ്ലാം ഇതിങ്ങനെ പറയുന്നത്? എല്ലാവരും ഒരു മാസം ഇങ്ങനെ പട്ടിണി കിടക്കുക, ഇങ്ങനെയാണല്ലോ പറയുന്നത്. രാവിലെ മുതൽ സൂര്യൻ ഉദിച്ചത് മുതൽ പ്രഭാതം ഉദിച്ചത് മുതൽ പ്രദോഷം വരെ ഇങ്ങനെ മനുഷ്യന്മാർ പട്ടിണി കിടക്കുക, ഷുഗർ രോഗികളും അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗികളൊക്കെ ഉള്ള ആളുകളൊക്കെ പ്രയാസപ്പെടുക. എന്തൊരു ക്രൂരമായ ഒരു നിയമസംഹിതയാണ് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ കേട്ട് കാണും. ഒരു മനുഷ്യ വിഭാഗത്തിന് എത്രമേൽ അധപ്പതിക്കാൻ വേണ്ടി സാധിക്കും, അതിൻ്റെ നേർചിത്രങ്ങളാണ് ഈ 2-3 ആഴ്ചകളിലായിട്ട് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റൻ എന്ന് പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലുമായിട്ടൊക്കെ ജീവിച്ച വലിയ കോടീശ്വരൻ, അയാളെ കണക്കിൻ്റെ കൃത്യത പോലും നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല. അയാൾ 2016-17 ശേഷം അയാളെ ഒരുപാട് കേസുകളിൽ പിടിക്കപ്പെടുകയും അയാൾ അവസാനം ജയിലിൽ വെച്ച് ആത്മഹത്യയൊക്കെ ചെയ്തു. നമ്മുടെ വിഷയം അതൊന്നല്ല. അയാളുമായി ബന്ധപ്പെട്ട് അയാളുടെ FBI റെക്കോർഡുകൾ ഇപ്പം ഗവൺമെന്റ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പുറത്തു വിടുന്ന റെക്കോർഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ പല പ്രമുഖരെയും പേരുകളുണ്ട്. ബിൽഗേറ്റ്സിന്റെ പേരുണ്ട്, ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട്, പല പ്രമുഖരുടെയും പേരുണ്ട്, റിച്ചാർഡ് ഡോക്കിൻസിന്റെ പേരുണ്ട്. ഇവരൊക്കെ ആരാണ്? സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു പോയ ആളുകൾ. ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവർ ചെയ്ത തെറ്റ് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഭൂമി കയ്യേറിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്റെ റാലിയിൽ കല്ലെറിഞ്ഞതൊന്നല്ല. ഇവർ ചെയ്ത ക്രൈമുകളും അതിന്റെ വീഡിയോ റെക്കോർഡിങ്സും അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പുറത്തു വിട്ടിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി. എന്തൊക്കെയാണ് ഇവർ ചെയ്തത്? മനുഷ്യക്കടത്ത്, ഇമ്മോറൽ ട്രാഫിക്കിംഗ്. മനുഷ്യരെ കടത്താന്ന് പറഞ്ഞാൽ ജോബിന് കൊണ്ട് റിക്രൂട്ട് ചെയ്തതല്ല, ലൈംഗികമായ സെക്ഷൽ ഹറാസ്മെന്റിന് വേണ്ടിയിട്ട് ആരെ ഞങ്ങൾ ഇനി പറയുന്ന 18 വയസ്സിന്റെ കൺസെന്റ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം ഉഭയകക്ഷി ബന്ധത്തിന് തയ്യാറുണ്ടെങ്കിൽ സമ്മതമുണ്ടെങ്കിൽ ബന്ധപ്പെടാമെന്ന് പറയുന്ന 18 വയസ്സിന്റെ കൺസെന്റിലൊന്നല്ല, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ എത്ര ക്രൂരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്താ കാര്യം? ഇതിൻ്റെ ഒക്കെ പിറകിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരമുണ്ട്: ഹെഡോണിസം. ഹെഡോണിസം എന്നിട്ടൊരു സാധനം ഉണ്ട്. എന്താ ഹെഡോണിസം എന്ന് പറഞ്ഞാൽ? എൻ്റെ പ്ലഷർ, എൻ്റെ ശരീരത്തിൻ്റെ സുഖം, ഇത് പൂർത്തീകരിക്കലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പഠിപ്പിക്കുന്നൊരു സിദ്ധാന്തമുണ്ട്. ലിബറലിസം, ആധുനിക ലിബറലിസവും എത്തീസവും ഒക്കെ പറയാതെ പറയുന്നത് ഇതാണ് സിദ്ധാന്തം. എനിക്ക് സന്തോഷം കിട്ടണം, എനിക്ക് സുഖം കിട്ടണം, എനിക്ക് ആനന്ദം കിട്ടണം. 2010 പ്രമുഖ ചാനലുകാരി ഈ ജെഫ്രി എപ്സ്റ്റൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ, ആ ക്രിമിനലുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 2010 നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടോ എന്ന്. ഇതൊരു കോടീശ്വരൻ മാത്രമാണ്, അയാൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഇയാൾ ഇസ്രായേലിന്റെ അന്നത്തെ പ്രസിഡന്റിന് വിരുന്നൊരുക്കിയിട്ടുണ്ട്. പല രാജ്യത്തിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും പോലും ഇയാളുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇയാളുടെ ക്രൂരതകളുടെയും ഇയാളുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. അയാളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധമുണ്ടോ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ ചോദിക്കുന്നു, നിങ്ങൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എടുത്ത ഉടനെ മറുപടി പറയുന്നില്ല. അയാൾ ഇന്റർവ്യൂവറോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, ഇന്റർവ്യൂവർ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് പറഞ്ഞു, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായിട്ട്, പെൺകുട്ടികളുമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ സമക്ഷത്തിൽ നിങ്ങൾക്കൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ വീണ്ടും മൗനിയാകുന്നു. എന്നിട്ട് അയാളുടെ രാജ്യത്തിന്റെ ചില ആർട്ടിക്കിൾ നമ്പർ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ആർട്ടിക്കിൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള റൈറ്റ് നൽകുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ 2010 പറഞ്ഞു വെച്ചത് ഇന്ന് 2026 ആകുമ്പോഴേക്ക് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, ഇതാണ് ഹെഡോണിസം. ഇതാണ് ഹെഡോണിസം. വേറൊരു രാജാവിന്റെ ചിത്രം കൂടി പുറത്തു വന്നു. അമേരിക്കയിലെ തന്നെ ഒരു രാജാവിന്റെ മകൻ, അയാളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ലേബർ പാർട്ടിയിലെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോയി. എന്താ എല്ലാത്തിൻ്റെയും ആകത്തുക എന്താ? പെഡോഫിലിയ. ഇതെന്താണ്? കംപ്ലീറ്റ് പോകുന്നതിലേക്കാണ്. ചെറിയ വയസ്സായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ക്രൂരമായി ബ്രൂട്ടലായി ടോർച്ചർ ചെയ്യുക. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? എൻ്റെ താല്പര്യം പൂർത്തീകരിക്കപ്പെടണം, എൻ്റെ ലൈംഗികമായ വൈകൃതങ്ങൾ, എൻ്റെ ഈ പറയപ്പെട്ട ചിന്താഗതികളും കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അതിന് എന്നെ കൊണ്ട് കഴിയുന്ന എൻ്റെ സമ്പത്തും എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതിനെ നമ്മൾ ഏത് നിയമം വെച്ചിട്ടാണ് നമുക്ക് പൂട്ടാൻ വേണ്ടി സാധിക്കുക?
നമ്മൾ ഈ ചർച്ചകളൊക്കെ പറയുമ്പം ചില വരികൾ നമ്മളെ വല്ലാതെ ആകർഷിച്ചു, ഹൃദയത്തിനെ സ്പർശിച്ചു. പല രാജ്യങ്ങളിലും ഒരാൾ പെഡോഫീലിയാണ്, അയാൾ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്ത ആളാണെങ്കിൽ അയാളെ ഹാങ് ചെയ്യും, അല്ലെങ്കിൽ അയാൾക്ക് കൽത്തുറുങ്കാണ് കൊടുക്കുക. എങ്കിൽ ചില രാജ്യങ്ങളിൽ പെഡോഫീലിസ്റ്റുകളാണ് അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് വരെ മനുഷ്യന്മാർ എത്തിയിട്ടുണ്ട്. എങ്കിൽ പിശാചുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ല. കാരണം പിശാചിനേക്കാൾ വലിയ മനുഷ്യന്മാർ, പൈശാചികതയുടെ മുഖരൂപങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്ന് കാലം നമ്മൾ മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ റമദാനിൻ്റെ പ്രസക്തി. എന്തിനാ നോമ്പെടുക്കണമെന്ന് പറഞ്ഞത്? ഇതിനെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ടാണ്. സിന ഹറാമായതാണ്, ഭാര്യയുമായിട്ടുള്ള ബന്ധം ഹലാലായതാണ്. അള്ളാഹ് പറയുന്നു ഹറാമിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ, നീ ഹലാല് പോലും ചെയ്യാതിരിക്കും ഒരു മാസം പകലിൽ. ആ ഒരു മാസത്തെ പകലിൽ ഒരു മനുഷ്യന് ഹലാലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ സിനയിലേക്ക് പോകൂല. മദ്യപിക്കുന്നത് പോകട്ടെ, മദ്യപാനം ഹറാമാണ്, വെള്ളം കുടിക്കൽ ഹലാലാണ്. മദ്യപാനത്തിന്റെ ചർച്ച അവിടെ നിൽക്കട്ടെ, നീ ഒരു മാസക്കാലം ഇത്രയും സമയം വെള്ളം പോലും കുടിക്കാതെ നിൽക്ക്. അവ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ നിയന്ത്രണമുണ്ട്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കി തരുമാറാകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുൾ. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിലേക്കുള്ള വാതിലുകൾ അടക്കപ്പെടും. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഊർജം പോകണമല്ലോ. ബേസിക്കലി അക്രമം നടത്തണമെങ്കിലും കൊള്ള നടത്തണമെങ്കിലും ഈ പറയപ്പെട്ട എന്തെല്ലാം വൈകൃതങ്ങളുണ്ടോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യവും ശരീരത്തിന് ശക്തിയും വേണം. അല്ലാഹു തആല ആ ഭാഗത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നിങ്ങൾ ഒരു മാസം ഇതൊക്കെ ക്ഷമിച്ചു നിൽക്ക് നിർബന്ധപൂർവം. നമുക്ക് നോമ്പിന്റെ 3 ഘട്ടങ്ങൾ ഇങ്ങനെ ഹദീസുകളിൽ വായിക്കാൻ വേണ്ടി പറ്റും. ആദ്യ ഘട്ടത്തിൽ നോമ്പ് മുഴുവനായി നിർബന്ധാക്കിയില്ല, മാസത്തിൽ 3 ദിവസങ്ങൾ നോമ്പെടുത്താൽ മതി എന്ന് പറഞ്ഞു. മാസത്തിൽ 3 ദിവസവും പിന്നെ ആശുറാഇന്റെ നോമ്പും മുഹറം 10ന്റെ നോമ്പും മാസത്തിലുള്ള 3 നോമ്പായിരുന്നു നിർബന്ധം. രണ്ടാം ഘട്ടം എത്തിയപ്പോൾ പരിശുദ്ധമായ റമദാനിൽ ഒരു മാസം ഫുള്ള് നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. ആ നോമ്പെടുക്കണം എന്ന് പറഞ്ഞപ്പോഴും അല്ലാഹു തആല അവിടെ ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു. നോമ്പെടുക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ല എങ്കിൽ, അതായത് കഴിവുണ്ട് പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എങ്കിൽ മുദ്ദു കൊടുത്താൽ മതി. 3-ാം ഘട്ടത്തിലാണ് പോരാ, അത് നിർബന്ധമായി എല്ലാവരും എടുക്കണം എന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. അതിൻ്റെയും ആദ്യ രൂപത്തിൽ ഇപ്രകാരമായിരുന്നു. നമ്മളിന്ന് നോമ്പെടുക്കുമ്പോൾ പ്രഭാതം ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെയാണല്ലോ നമ്മൾ നോമ്പെടുക്കുക. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങിയാൽ ആ ഉറങ്ങിയത് മുതൽ അയാൾക്ക് നോമ്പായി. ഒരാളിപ്പോൾ ഉദാഹരണം നിസ്കരിച്ച് 8:30 മണിക്ക് ഒരാൾ ഉറങ്ങിയെന്ന് വെച്ചാൽ ആ 8:30 മണി മുതൽ അയാൾക്ക് നോമ്പാണ്. പിന്നെ പിറ്റേത്തെ മഗ്രിബ് വരെ ഹുറൂബ് വരെ അയാൾ വ്രതത്തിലായി തന്നെ കഴിഞ്ഞുകൂടണം. ഇതായിരുന്നു ആദ്യഘട്ടത്തിൽ. അങ്ങനെ ചില സഹാബാക്കൾ, ഒരിക്കൽ സിർമ റളിയല്ലാഹു തആല അൻഹു, അയാൾ കൃഷിക്കാരനായ സഹാബിയായിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് വന്ന് വൈകുന്നേരം ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയി, അത്താഴം കഴിച്ചില്ല. ആകെ അവശനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് കിടക്കുന്ന സിർമ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ അദ്ദേഹം പറയേണ്ട, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് അവസ്ഥ, എനിക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല, അതിൻ്റെ പേരിലാണ്. അങ്ങനെ ഇതും വേറെ ചില സഹാബാക്കൾക്ക് പ്രയാസമുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള നോമ്പ് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നത്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ ശരീഫിൽ പരാമർശിക്കപ്പെട്ട ഏക മാസം എന്ന് പറയുന്നത് റമദാൻ മാസം മാത്രമാണ്. ഹജ്ജിന്റെ മാസം പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് ചില അറിയപ്പെട്ട മാസങ്ങളിലാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദുൽഹിജ്ജ എന്ന പരാമർശം കാണാൻ സാധ്യമല്ല, റജബിന്റെ പരാമർശം കാണാൻ സാധ്യമല്ല, മുഹറമിന്റെ പരാമർശം കാണാൻ സാധ്യമല്ല. പക്ഷേ അല്ലാഹു തആല റമദാനിന്റെ മാസം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഷഹ്റു റമദാൻ. ആ റമദാനിലെ ഒരു പ്രത്യേകം രാത്രിയുടെയും അല്ലാഹു പ്രത്യേകത എടുത്തു പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അപ്പോൾ ആദ്യം ഇതിന്റെ മഹത്വം, ലക്ഷ്യം എന്താണ്? നമ്മളിൽ തഖ്വയുണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട ഇത് ജെഫ്രി എപ്സ്റ്റൻ ഏതോ അമേരിക്കയിലോ ന്യൂയോർക്കിലോ ഉണ്ടായി അയാളെന്തോ തോന്നിവാസം കാണിച്ചു. ജെഫ്രി എപ്സ്റ്റന്റെ എന്തൊക്കെയോ വേർഷനുകൾ നമ്മളിലുണ്ട്. നമ്മളുടെ ഉള്ളിലും ഈ തീക്ഷ്ണമായ മോശമായ വൈകൃതങ്ങളും ഈ പറയപ്പെട്ട പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇതിനെങ്ങനെ പിടിച്ചു കിട്ടും? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ഇതിന് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കൂലല്ലോ. മരുന്ന് കൊണ്ട് തളർത്താനേ സാധിക്കൂ. ആ ദുസ്വഭാവത്തിന് ഇല്ലാതാക്കാൻ സാധിക്കൂല, ഏത് ദുസ്വഭാവമാണെങ്കിലും. അപ്പൊ ആ നമ്മളിലുള്ള പൈശാചികമായ ഒരു ത്വരയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കി തന്നിരിക്കുന്നത്.
രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ പാവപ്പെട്ടവനാണ്, പട്ടിണി പാവമാണ്, ദരിദ്രനാണ്. ഒരു ധനികൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഭക്ഷണമില്ലായ്മയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷെ അള്ളാഹു താല പറയാണ്, ഒരു മാസം എല്ലാവരും ഒന്ന് പട്ടിണി അറിയണം. അവരൻ വന്നിട്ട്, കൂടെയുള്ളവൻ വന്നിട്ട് വിശപ്പിൻ്റെ പ്രശ്നം പറയുമ്പോൾ വിശപ്പ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അവനോട് നമുക്ക് ദയവും അനുകമ്പയും തോന്നുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രീതിയിലുള്ളൊരു ചിന്ത ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി വിശപ്പും ദാഹവും നമ്മളെ കൊണ്ട് സഹിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നോമ്പ് നമ്മൾ ശരിയാക്കി തീർക്കണം. എങ്ങനെ നോമ്പ് ശരിയാക്കി തീർക്കുക? നോമ്പിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിയായ നിയമങ്ങൾ, അത് ഒരുപാടുണ്ട്. നമുക്കെല്ലാം കൂടി പറഞ്ഞ് പൂർത്തീകരിക്കൽ സാധ്യമല്ലെങ്കിലും അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ പൊതുവെ പറയാനുള്ളത്, ഈ മസാലകൾ ചർച്ച ചെയ്യുന്ന ആർക്കും അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ല. മസാലകൾ പോയാൽ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ അമല് ശരിയാകണം. നിസ്കാരത്തിന് ഫളാല് കേട്ട് പാതിരാത്രി 3 മണിക്ക് എഴുന്നേറ്റിട്ട് സുബ്ഹിന്റെ നിയത്ത് വെച്ചിട്ട് ഖിബലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിച്ചാൽ ഒരിക്കലും ആ നിസ്കാരം ശരിയാവില്ല. കാരണം സുബ്ഹാകണമെങ്കിൽ, ളുഹറാകണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞ പോലെ നിസ്കരിക്കണം, നബി തങ്ങൾ പറഞ്ഞ പോലെ നിസ്കരിക്കണം. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞോ, നിങ്ങൾ എന്നെ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ട് കണ്ടോ അതുപോലെ നിസ്കരിക്കണം. നോമ്പെടുക്കണം എന്ന് കരുതി നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നോമ്പെടുത്തു, അത് അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ആയില്ല എങ്കിൽ നമ്മുടെ അമലുകൾ, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത അമലുകൾ ഒരു പക്ഷേ പാളിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എല്ലാ അമലിൻ്റെയും ഫളായിൽ നമ്മൾ കേൾക്കണം, മഹത്വം നമ്മൾ കേൾക്കണം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ശറഇൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോമ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിഷയം നിയ്യത്താണ്. എല്ലാ അമലിനും നിയ്യത്ത് വേണ്ടുന്നത് പോലെ നോമ്പിനും നിയ്യത്ത് ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഒരാൾ നോമ്പെടുക്കുന്നത് ഭക്ഷണമൊക്കെ 11 മാസം ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ രോഗമൊക്കെ ഉണ്ട്, ചീത്ത കൊളസ്ട്രോളൊക്കെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം ഒന്ന് ഡയറ്റിൽ പോയിട്ട് ഈ പറയപ്പെട്ട പോലെ ചീത്ത കൊളസ്ട്രോളൊക്കെ ഒന്ന് പോയി ശരീരമൊക്കെ ഒന്ന് ഹെൽത്തൊക്കെ സെറ്റാകണം എന്ന് കരുതിയിട്ടാണ് അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെങ്കിൽ ഒരിക്കലും അയാൾക്ക് റമളാനിൽ നോമ്പെടുത്ത കൂലി അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് തൃപ്തനാകണം എന്ന നിയത്തോടു കൂടി ഒരു മനുഷ്യൻ അന്നപാനീയങ്ങളും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ നോമ്പായി തീരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. നമ്മൾ എപ്പോഴാണ് ഇത് കരുതേണ്ടത്? ഫജ്റിനാണല്ലോ നോമ്പ് തുടങ്ങുന്നത്. ആ ഫജ്റിന് മുമ്പായി അഥവാ രാത്രിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടുകളിലൊക്കെ പൊതുവേ കാണുന്നൊരു സമ്പ്രദായമുണ്ട്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഇമാം നവൈതു സൗമഖദിൻ എന്ന് പറഞ്ഞ നിയ്യത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഏറ്റുപറയും. അങ്ങനെ ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ശറഇന്റെ രീതിയിൽ ഹദീസുകളൊന്നും അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്താ വിഷയം? അത് മനുഷ്യന്മാർക്ക് ഉണർത്തി കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ വന്നിട്ടുള്ളൊരു ചിട്ടയാണ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ പറയാം. എല്ലാ രാത്രിയിലും നമ്മൾ മനസ്സുകൊണ്ട് കരുതേണ്ടതുണ്ട്. നാവ് കൊണ്ട് പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ, പക്ഷെ മനസ്സുകൊണ്ട് കരുതൽ നിർബന്ധമാണ് എന്നാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, റമളാൻ എങ്ങനെയാണ് റമളാൻ കൊണ്ട് തുടങ്ങേണ്ടത്? റമളാൻ സ്ഥിരപ്പെടേണ്ടത് എല്ലാ മാസത്തിലെയും എന്നതുപോലെ പിറ കാണൽ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, വേദനയോടുകൂടി നമ്മൾ പറയട്ടെ, നമ്മൾ ആത്മീയമായി ഉയരേണ്ടുന്ന, അള്ളാഹുമായി അടുക്കേണ്ടുന്ന കുറേ സന്ദർഭങ്ങൾ, സമയങ്ങൾ, അമലുകൾ ഇവിടെ ഒക്കെ വന്നിട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഏത് വിഷയം എടുത്താലും അതിലെന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ഉണ്ടാവും. ഏത് വിഷയം എടുത്താലും, അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉളിയത്താകട്ടെ, അഖീഖയാകട്ടെ, ഇതില്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അതുമായിരിക്കും അപ്പോൾ ദീനിലാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം. ദീനിൽ നിന്നല്ല, ലോകത്ത് നിങ്ങൾ എന്തൊക്കെ വിഷയങ്ങളെടുത്തോ ഒന്നിലും ഒറ്റ അഭിപ്രായമുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണത്. നമ്മളതിൻ്റെ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നാ പറയുക. ഇപ്പോൾ ഒന്നും കൂട്ടിയാൽ 2, ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ആഴത്തിൽ ചിന്തിച്ചാൽ വേറെ അഭിപ്രായ വ്യത്യാസം അതിൽ കിട്ടിയേക്കാം. അതല്ലാത്ത ബാക്കിയില്ലാത്തിലും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഫുഖഹാക്കൾക്കിടയിലോ മുഹദ്ദിസീങ്ങൾക്കിടയിലോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ അതിൽ ഇടപെട്ട് അതുകൊണ്ട് പ്രയോജനമില്ലാതെ നമ്മുടെ സമയവും അധ്വാനവും നമ്മുടെ നല്ല ചിന്തകളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. എന്ന് നിങ്ങൾ നോക്കിക്കോ, റജബ് മിഅ്റാജ്, റജബ് 27 സമയത്തപ്പോഴൊക്കെ ഭയങ്കരമായ ചർച്ച. റജബ് 27 മിഅ്റാജ് യാത്ര പോയത്, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് മഹത്വമുണ്ടോ, അങ്ങനെ പോയിട്ട് മഹത്വമുണ്ടെങ്കിൽ ഇനി നോമ്പെടുക്കണം, രണ്ടും പറയുന്ന കൂട്ടരുമുണ്ട്.
ഷാബാൻ 15 പിന്നെ 15 നോമ്പെടുക്കണോ, അന്ന് പായസം വിളമ്പണോ, യാസീന് എത്ര എണ്ണോ ഓതണോ, ഓതാൻ പാടിയില്ലേ, ഓതിയാൽ എന്താവും, ഇങ്ങനെ കുറെ ചർച്ചകൾ. ഇനിയിപ്പോ നിങ്ങൾ നോക്കൂ, റമദാനിന്റെ ഷാബാൻ 28, 29 ആകുമ്പോൾ സകല ഗ്രൂപ്പുകളിലും ഇനി ചർച്ച നോക്കിയോ ഈ റമദാന്റെ പറയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ആ കാതി ആ ഗ്രൂപ്പുകാരനാണ്, ഈ കാതി ഈ ഗ്രൂപ്പുകാരനാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് കണക്കാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വിഷയം വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നോമ്പെടുക്കാം, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നോമ്പെടുക്കാം. സൂമു ലിറുയതിഹി, നിങ്ങൾ പറ കണ്ടാൽ. അപ്പോൾ നമ്മൾ ചോദിക്കും, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ഈ പറയപ്പെട്ട പോലെ ജോമെട്രിക്കൽ സാധനങ്ങളൊന്നും അത്ര, അതിൻ്റെ ടൂൾസൊന്നും അത്ര വന്നിട്ടില്ല, ടെലിസ്കോപ്പ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഒന്നും കിട്ടാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ടല്ല അന്ന് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാ മെക്കാനിസം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഇടങ്ങാറൊന്നും ആകണ്ട എന്നുള്ള തന്നെയാണ് നിബിധങ്ങൾ പറഞ്ഞത്. കാരണം നമ്മളൊരു നിയമം വെക്കുമ്പോൾ അത് ഒരു സൊസൈറ്റിയിൽ രണ്ടാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല സംവിധാനിക്കേണ്ടത്. അങ്ങനെയാണ് നിയമമാക്കിയെങ്കിൽ എത്ര ആക്കി നോക്കാൻ വേണ്ടി പറ്റും? ഈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഏതൊക്കെ നാടുകാർക്ക്, ഇതിപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം അങ്ങനെ വികസിതമായി, അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം, അതില്ലാത്ത നാടുകളോ? അതുകൊണ്ട് ഫുഖഹാവും മുഹദ്ദിസീങ്ങളും ഈ വിഷയത്തിൽ വളരെ വളരെ സിമ്പിളായിട്ട കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കാൻ ശ്രമിക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫൈൻ റുബിയ അലൈക്കും, 29 രാത്രി നിങ്ങൾ നോക്കി ഒന്നും കാണുന്നില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ, പിറ്റേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. ഫഅക്മിലുൽ ഇദ്ദത 30, ഷഅബാൻ 30 ആണെന്ന് പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ പിറ്റേന്ന് റമദാൻ 1 കണക്കാക്കിക്കോ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒരു നാട്ടുകാരെ കണ്ടു, അപ്പൊ എന്താ ചെയ്യുക? ഫിഖ്ഹ് പറയുന്നത്, ഒരു നാട്ടുകാരെ കണ്ടാൽ ആ നാട്ടുകാരും ആ നാടുമായി ബന്ധപ്പെട്ട് ഉദയവും അസ്തമയവും ഏകദേശം ഒരുപോലെയാകുന്ന സമയം ഉണ്ടാവും. ഇപ്പൊ കണ്ണൂരിൽ പിറ കണ്ടാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണൂരിൽ പിറ കണ്ടാൽ കണ്ണൂരിൻ്റെ സൂര്യൻ ഉദിക്കുന്ന സമയം, ആ സമയം ഇപ്പോൾ ഒരു 6:53 സൂര്യൻ അസ്തമിക്കുന്ന സമയം 7:15 ഉദാഹരണം കൂട്ടുക. ഈ 7:15 ഏതൊക്കെ സ്ഥലങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ നിയമം ബാധകമാക്കാം എന്നാണ് ഫിഖ്ഹ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ മംഗലാപുരത്ത് കണ്ട മാസം ഇവിടെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, മംഗലാപുരത്തെയും നമ്മുടെയും ഉദയാസ്തമനത്തിന്റെ സമയം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പറയും നമുക്ക് മുസ്ലിം ഉമ്മത്തിന് ഐക്യം വേണം. അപ്പോൾ ഐക്യം വേണമെങ്കിൽ ആദ്യം പെരുന്നാളിലല്ല ഐക്യം വേണ്ടത്, നോമ്പിലല്ല ഐക്യം വേണ്ടത്, നിസ്കാരത്തിലല്ല ഐക്യം വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐക്യം വേണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഏത് ഐക്യം വേണ്ടത്? അള്ളാഹു റസൂലും പറഞ്ഞ ഐക്യം നമുക്ക് വേണം. അള്ളാഹു റസൂലും പറഞ്ഞ ഐക്യം നമുക്ക് വേണം. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയം പെരുന്നാൾ ആഘോഷിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ എല്ലാ സമയത്തും ജുമ ഒരേ സമയത്ത് നടക്കണം എന്ന് അത് പറയൽ തന്നെ മൗഢ്യമാണ്. കാരണം ഇപ്പൊ നമ്മളുടെ ജുമ നടക്കുമ്പോൾ ഇതേ സമയത്ത് പല സ്ഥലങ്ങളിലും രാത്രിയാണ്. അപ്പൊ എങ്ങനെ ജുമ എങ്ങനെ ഒരുപോലെയാകും? ചില ആളുകൾ പറയും മക്കത്തെ മദീനത്തെ പോലെ. മക്കത്തെ മദീനത്തെ നമ്മൾ ടൈം ലൈൻ ഒന്നാണ്. ഇപ്പൊ ഹറമിന്റെ സമയത്തായിരിക്കും ഒന്ന് കണക്കുട്ടികൾക്ക്. അപ്പൊ ഈ ഒരു ഐക്യം, അത് ഐക്യമല്ല, സമയത്തിൽ എല്ലാവരും യോജിക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുക, എല്ലായിടത്തെയും ഒരുപോലെ ആകണം. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും, ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും ഒരു ദിവസം ആചരിക്കണം എന്ന ചിട്ട വന്നാൽ അത് ഉമ്മത്തിന് പ്രയാസമാകും എന്ന് അള്ളാഹു റസൂലിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞു? നിങ്ങൾ നോക്കുക, നീതിമാനായ വിശ്വസ്തനായ ഒരാൾ പിറ കണ്ടു, അയാൾ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് നോമ്പെടുക്കണം. ആ നാട്ടിന്റെ ചുറ്റുവട്ടത്തുമുള്ള ഈ പറയപ്പെട്ട പോലെ ഇഖ്തിലാത്ത് ഫിൽ മതാലിയ, ഉദയാസ്തമനങ്ങൾ ഒരുപോലെയാകുന്ന സമയങ്ങളിൽ ആ സ്ഥലങ്ങളിൽ അവിടുത്തെ ആളുകളും ആ നോമ്പെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അതിൻ്റെ പിന്നിൽ നമ്മൾ ഒരുപാട് തർക്കിച്ച് അവിടെയും ഈ പറയപ്പെട്ട രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് റമദാൻ എന്ന ആ കാമ്പിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അല്ലാഹു തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ആരൊക്കെ നോമ്പെടുക്കണം? മുസ്ലിമായ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ഉദ്ദേശിക്കുന്നതിൽ മാനസികമായ വെല്ലുവിളികളും നേരിടാത്ത, നോമ്പെടുക്കാൻ കഴിവുള്ള, നാട്ടിൽ താമസിക്കുന്ന, നോമ്പിന്റെ തടസ്സങ്ങളായ ഹൈദ് നിഫാസ് പോലത്തതില്ലാത്ത ആളുകളൊക്കെ നോമ്പെടുക്കണം. ബാലികായ ആളുകൾക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. പക്ഷേ നമ്മൾ നമസ്കാരത്തിൽ പറഞ്ഞതുപോലെ 7 വയസ്സായാൽ തന്നെ നിസ്കാരം കൽപ്പിക്കണം, അതുപോലെ നോമ്പ് കൊണ്ട് കൽപ്പിക്കണം.
അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കണം. പേടിപ്പിച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കരുത്. നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിനെ പിടിക്കും, അള്ളാഹുവിനെ ശിക്ഷിക്കും. അങ്ങനെയല്ല, അവർക്ക് താല്പര്യമുണ്ടാകട്ടെ. മോനെ, നീ നോമ്പെടുത്താൽ അള്ളാഹു താല നിന്നെ ബാബുർ റയ്യ എന്നിട്ടൊരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിൽ കൂടി അള്ളാഹു താല നിന്നെ കൊണ്ടുപോകും. പ്രേരിപ്പിക്കുക. നമസ്കാരത്തിന് എന്നതുപോലെ 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷണം ലഭിക്കാൻ വേണ്ടി, ആ ഒരു അമലിൽ അവന് സ്ഥിരത ലഭിക്കാൻ വേണ്ടി അവന് വേണ്ടി പണിഷ്മെന്റ് കൊടുക്കാം എന്ന് പഠിപ്പിച്ചതുപോലെ റമളാൻ 10 വയസ്സായിട്ടും ഒരാളെ നോമ്പെടുക്കുന്നില്ല, ഒരു കുട്ടി നോമ്പെടുക്കുന്നില്ല എങ്കിൽ രക്ഷിതാവിന് അയാളെ നോമ്പെടുപ്പിക്കാൻ വേണ്ടി ശിക്ഷ കൊടുക്കാൻ അനുവാദം ശറഅ് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ആഖിലായിരിക്കണം. പറയപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. ഖാദിറായിരിക്കണം, രോഗിയാകരുത്. നിത്യരോഗിയായ ആളുകളാണെങ്കിൽ അവർക്ക് ശറഅ് ഇളവ് നൽകിയിട്ടുണ്ട്. ഫമൻ കാന മരീദൻ, ഒരാൾ രോഗിയാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ മാറുന്ന പ്രതീക്ഷയുള്ള രോഗികളാണെങ്കിൽ അവർ പിന്നീട് നോമ്പെടുത്താൽ മതി, ആ സമയത്ത് എടുക്കേണ്ടതില്ല. നിത്യരോഗികളാണെങ്കിലോ അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവർക്ക് എന്താണ് പരിഹാരം? അവർ നോമ്പെടുക്കേണ്ടതില്ല, പകരം അവർ അതിന് ഫിദിയ, പ്രായശ്ചിത്തമായി ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുത്താൽ മതി. ഇനി ചില രോഗികളുണ്ടാവും, അവർക്ക് ഈ പറഞ്ഞതുപോലെ നിരന്തരം മരുന്ന് കഴിക്കുന്ന ആളുകൾ, അവർക്ക് അതിൻ്റെതായ രീതിയിൽ അവരുടെ ഡോക്ടറുമായി സംസാരിച്ച് എങ്ങനെയാണ് ഡയബറ്റീസിൻ്റെയും മറ്റൊക്കെ വിഷയങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഡോക്ടറിനോട് സംസാരിച്ച് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. എന്താ വിഷയം എന്നറിയോ? നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്ത് ഒരാൾ നോമ്പെടുത്ത് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, പിന്നെ അതിനെ സമൂഹവും സമുദായമൊക്കെ ചിത്രീകരിക്കുന്നത് വേറെ രൂപത്തിലാണ്. അള്ളാഹ് റസൂൽ ഇവിടെ ഓരോ ഇളവുകളും നിങ്ങൾ ഇന്ന ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഉമ്മത്തിന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒറ്റ ഉദാഹരണം പറയാം. യാത്രയിൽ നിങ്ങൾ ജമ്മു കസറാക്കിക്കോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഖിബിലക്ക് നേരെ തിരിയാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ നിസ്കരിച്ച് നിങ്ങൾ മടക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോ ഞാൻ ചിന്തിക്കുക, എനിക്ക് അതൊന്നും പറ്റൂല, ഞാൻ ഈ അളവൊന്നും സ്വീകരിക്കും, ഞാൻ എൻ്റെ റേഞ്ച് ഭയങ്കരമാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഓടുന്ന തിരക്കുള്ള ട്രെയിനിൽ നാട്ടുകാരൊക്കെ മാറ്റി നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കി, ഇതെനിക്കിപ്പോൾ നിസ്കരിക്കേണ്ട സമയമാണ്, ഞാൻ അവിടെ ഓടുന്ന ട്രെയിനിൽ ഖിബിലക്ക് നേരെ മുസല്ലി ഇട്ടിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് നിസ്കരിക്കുക. ഇവിടെ ആരാണ് ഇതിൻ്റെ പഴി കേൾക്കേണ്ടത്? ഇത് ദീനിന്റെ പ്രശ്നമല്ലോ, ദീൻ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. ഒരിക്കലും ശറഅ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടർമാരെ കാണുക. ചിലപ്പോൾ അവർ പറയും 3 നേരം മരുന്ന് കഴിക്കുന്ന ആളുണ്ടാവും, ചിലപ്പോൾ അവരെങ്ങനെ 3 നേരം മരുന്ന് കഴിക്കാൻ പറ്റുക? അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ചിലപ്പം പറയും ഒന്ന് പറഞ്ഞ പോലെ രാത്രി കഴിക്കും, ഒന്ന് അത്താഴത്തിന് കഴിക്കും, പിന്നെ നോമ്പ് മുറിക്കുമ്പോൾ. അത് അവർ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അവരവരുടെ ആരോഗ്യത്തിനെ പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണ് അയ്യാമും മഅദൂദാത്ത്, ചില എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ് നോമ്പെടുക്കേണ്ടത്. ഫമൻ കാന മരീദൻ, രോഗിയാണെങ്കിൽ ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലാണ്, ഹലാലായ യാത്ര ആയിരിക്കണം. 1. 2, ആ യാത്ര പോകുന്നത് സുബ്ഹിക്ക് ശേഷമാകരുത്. അയാൾക്ക് ഈ അളവില്ല. രാത്രി സുബ്ഹിന് മുമ്പ് ഒരാൾ യാത്രയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള അളവുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നത്. പക്ഷെ അതിനെ കൊണ്ട് അയാളെ ഖളാ വീട്ടുകയും ചെയ്യണം. ഇനിയും അതിൻ്റെ വിശദീകരണങ്ങൾ മറ്റു മസലകൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകൾ നമുക്ക് പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആഴ്ച മുതലേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സഹോദരിമാർ, കഴിഞ്ഞ റമളാനിൽ നമുക്ക് ഒഴിവായി പോയിട്ടുള്ള നോമ്പുകൾ ഈ റമളാനിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഫിദിയ കൊടുക്കുന്നതിനോടൊപ്പം റമളാനായിട്ടും നമ്മൾ നോമ്പെടുത്ത് വീട്ടിയിട്ടില്ല എങ്കിൽ പിന്തിപ്പിച്ചതിന് വേണ്ടി മറ്റൊരു ഫിദിയും കൂടി കൊടുക്കേണ്ടി വരും. ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് വർഷം പിന്തുന്നതിനനുസരിച്ചിട്ട്, കാരണമില്ലാതെ വർഷം പിന്തിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ നോമ്പിനും ഓരോ ഫിദിയ ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, ഇവരോടൊക്കെ ആ വിഷയം നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക വേണ്ടി നമ്മൾ പറയുക. രണ്ടാമത്തെ കാര്യം, ഇതൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതൊരു ദീനിയായ ചിട്ടയായി പറയുന്നതല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം പെരുന്നാൾ വരും, അല്ലാഹു നമ്മൾക്ക് എത്തിക്കുമാറാട്ടെ ഏറ്റവും സന്തോഷത്തിൽ. പെരുന്നാൾ നമ്മൾ എന്തായാലും നല്ല വസ്ത്രം ധരിക്കണം. നമ്മളെല്ലാവരും നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ഷോപ്പിങ്ങിന് നമ്മൾ ഇറങ്ങുന്നത് ഏറ്റവും നല്ല രാത്രിയിലും പകലിലുമാണ്. റമളാനിൻ്റെ അവസാനത്തെ 10 അള്ളാഹു വലിയ ഡിസ്കൗണ്ട് സെയിലും ഓഫറും മെഗാ ഓഫറും ബമ്പറൊക്കെ അള്ളാഹു വെച്ചപ്പോൾ നമുക്കതൊന്നല്ല. നമുക്ക് അന്നേരം പ്രധാനം, നമുക്ക് അന്നേരമാണ് നല്ല സ്റ്റോക്ക് വരിക, അന്നേരമാണ് നമ്മുടെ ഷർട്ടിൻ്റെയും നമ്മളെ പാൻറ്റിൻ്റെയും നമ്മളെ ഡ്രസ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷനുകൾ വരിക. അവസാനത്തെ 10 ഒരു ദിവസം ഉമ്മാൻ്റെ ഡ്രസ്സ് എടുക്കാൻ, 2ാമത്തെ ദിവസം ഭാര്യൻ്റെ ഡ്രസ്സ് എടുക്കാൻ, അങ്ങനെ 10 ദിവസം നമ്മൾ പുറത്താകുക. ശറയിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളോടൊന്ന് ചോദിക്കുക, ചെയ്യുന്നത് ശരിയാണോ? അതിനെന്താ വഴി? റമളാനിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ
ആ ഷോപ്പിംഗ് ഒക്കെ നടത്തുക. അത് അന്നേരം നല്ല കളക്ഷൻ ഒന്നും കിട്ടൂല, ഇപ്പം ദുനിയാവ് കളക്ഷൻ കിട്ടൂല. പക്ഷെ ആ 10 ദിവസം ഇത്തിക്കാഫിരുന്നാൽ അള്ളാഹിൻ്റെ അടുക്കൽ ഇതിനേക്കാൾ നല്ല ഡ്രസ്സ് അള്ളാഹു തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പറ്റുന്ന ആളുകളൊക്കെ റമദാനിന് മുമ്പ് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട ഷോപ്പിങ്ങുകൾ, അത് ഡ്രസ്സിൻ്റെ മാത്രമല്ല, വീട്ടിൽ ചിലപ്പോൾ കുറേ സാധനങ്ങൾക്ക് ആവശ്യമുണ്ടാവും, സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. സാധനങ്ങളാണെങ്കിൽ അങ്ങനെ, മറ്റു സാധനങ്ങളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്താ ഇതിനെ കൊണ്ടുള്ള പ്രയോജനം? റമദാനിൽ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഫിക്രേണ്ട സമയമല്ല. റമദാനിൽ നമ്മൾ ഖത്മിലായിരിക്കണം, റമദാനിൽ നമ്മൾ ഇഅ്തികാഫിലായിരിക്കണം, റമദാനിൽ നമ്മൾ സദഖകളിലായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.